ഇന്ത്യൻ ജനാധിപത്യത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത അത്ര ഗൗരവമായ ഒരു കീഴ്വഴക്ക ലംഘനത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. സാധാരണയായി ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന ഏതൊരു വിദേശ രാഷ്ട്ര തലവനും രാജ്യത്തെ പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും കാലഘട്ടത്തിൽ ഈ പതിവ് കൃത്യമായി പാലിച്ചിരുന്നു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ മാത്രം ഈ പതിവ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നടപടി ഒരു പ്രോട്ടോകോൾ ലംഘനമാണെന്ന് തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നിഷേധിച്ചതിന് പിന്നിൽ മോദി സർക്കാരിന്റെ അരക്ഷിതാവസ്ഥയാണ് കാരണമെന്ന് കുറ്റപ്പെടുത്തി. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം സർക്കാരിന്റെ മാത്രം കുത്തകയല്ലെന്നും പ്രതിപക്ഷവും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശ പ്രതിനിധികൾ ഇന്ത്യയിൽ വരുമ്പോഴും താൻ വിദേശത്ത് പോകുമ്പോഴുമെല്ലാം താനുമായി കൂടിക്കാഴ്ച നടത്തരുതെന്ന് അവരോട് സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. ഒരു വിദേശ വിശിഷ്ടാതിഥി പ്രതിപക്ഷ നേതാവിനെ കാണാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുന്നത് ജനാധിപത്യപരമായ പ്രോട്ടോകോളിന്റെ ലംഘനമാണ്. ഈ നടപടി സർക്കാരിന്റെ അരക്ഷിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതിച്ഛായയെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ മോശമാക്കുമെന്നും പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതീവ തന്ത്രപ്രധാനമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഭരണപക്ഷം ഇത്രയും ഗൗരവമായ ഒരു കീഴ്വഴക്കം ലംഘിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു വിശകലനം ആവശ്യമാണ്. ഒന്നുകിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ സർക്കാരിന്റെ അരക്ഷിതാവസ്ഥ തന്നെയാണ് ഒരു പ്രധാന ഘടകം. വിദേശ നേതാവിന്റെ മുന്നിൽ പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത് സർക്കാരിന് ഒഴിവാക്കേണ്ടതുണ്ടാകാം. വിദേശ നയം പൂർണ്ണമായും തങ്ങളുടെ മാത്രം നിയന്ത്രണത്തിൽ നിലനിർത്താനുള്ള ആഗ്രഹവും ഇതിന് പിന്നിലുണ്ട്. കൂടാതെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അന്താരാഷ്ട്രപരമായ പ്രാധാന്യം കുറയ്ക്കുന്നതിനുള്ള ഒരു തന്ത്രമായും ഇതിനെ വിലയിരുത്താവുന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇത്തരം കീഴ്വഴക്ക ലംഘനങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. വിദേശ നയത്തിൽ പോലും പ്രതിപക്ഷത്തിന് ഒരു ഇടം നിഷേധിക്കപ്പെടുമ്പോൾ അത് രാജ്യത്തിന്റെ ബഹുമുഖ കാഴ്ചപ്പാടിനാണ് മങ്ങലേൽപ്പിക്കുന്നത്. ജനാധിപത്യപരമായ ഈ മര്യാദകൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായ ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആരോപണം ശക്തമായി തുടരുകയാണ്. ഇരുവരുടെയും പ്രതികരണം ഒന്ന് കണ്ടുവരാം. जनरली इस सरकार की पॉलिसी है नॉर्मली ट्रेडिशन होता है कि एलओपी के साथ जो भी बाहर से आते हैं उनकी मीटिंग होती है. ये वाजपेयी जी के टाइम होता था, मनमोहन सिंह जी के टाइम होता था, ये ट्रेडिशन रहा है. बट आजकल क्या होता है कि जो फॉरेन डिग्नेटरीज आते हैं या जब मैं कहीं बाहर जाता हूँ तो सरकार उनको सजेस्ट करती है कि एलओपी से नहीं मिलना चाहिए. तो ये इनकी पॉलिसी है. ये हर बार करते हैं. जब मैं बाहर जाता हूँ ये करते हैं, जब लोग यहाँ आते हैं मैं करता हूँ. हमें मैसेज मिलता है कि हमें बताया गया है कि सरकार हमसे कहती है कि आपसे नहीं मिलना है. थैंक यू. वो तो है रिलेशन देखिए, रिलेशन तो सबके साथ है. जो एलओपी एक दूसरा पर्सपेक्टिव देता है. हिंदुस्तान को हम भी रिप्रेजेंट करते हैं. हाँ, सिर्फ सरकार नहीं रिप्रेजेंट करती है. तो सरकार नहीं चाहती कि ऑपोजिशन के लोग बाहर के लोगों से मिलें. ये ट्रेडिशन है. एक सेकंड मुझे बोलने दीजिए. ये ट्रेडिशन है, ये नॉर्म है. बट मोदी जी इस नॉर्म को फॉलो नहीं करते हैं. फॉरेन मिनिस्ट्री इस नॉर्म को फॉलो नहीं करती है. थैंक यू. बहुत अजीब बात है. ये प्रोटोकॉल होता है. कोई भी विजिटिंग डिग्नेटरी एलओपी से मिलते हैं और रिक्वेस्ट करते हैं तो मिलते हैं. तो इस प्रोटोकॉल का रिवर्सल मतलब इस सरकार की जो जनरल जो जितनी भी नीतियां हैं वो इसी आधार पर है. वो सब खुद घेरना चाहते हैं. कोई और आवाज़ को उठने ही नहीं देना चाहते. किसी और का कुछ पक्ष सुनना ही नहीं चाहते. और जो प्रोटोकॉल्स हैं उनको भी तोड़ रहे हैं. तो एक लोकतंत्र का प्रोटोकॉल होता है, उसको निभाना चाहिए. अब भगवान जाने किस बात का डर. मैं तो ये प्रदूषण पर चर्चा करने में क्या डर है कर लीजिए, सुन लीजिए, कुछ तो फिर हल निकलेगा. इसी तरह से तो हल निकलेगा. लोकतंत्र में हर जने को अपनी बात कहने का मौका मिलना चाहिए और चर्चा होनी चाहिए और फिर एक्शन लेना चाहिए. तो यहाँ तो कोई चर्चा होनी ही नहीं है.
है इनसिक्योर, बहुत इनसिक्योर है, इनसिक्योर है। और उसका एक ये रिफ्लेक्शन है कि अगर एलओपी को मतलब इतने सालों से जब भी कोई डिग्निटरी आते हैं तो एलओपी से मिलते हैं, ये प्रोटोकॉल है। तो इस प्रोटोकॉल को तोड़ने का और इसका रिवर्सल करने का क्या फ़ायदा है? मतलब ये इनसिक्योरिटी ही हो सकती है और क्या हो सकती है? डेमोक्रेसी की छवि भी खराब होती है विदेश में। तो ज़रूर होगी, ज़रूर होगी।